നമുക്ക് വേണ്ടായിരുന്നു നമ്മളെ ഏഴിലം പാല. നമ്മൾ അതെ ഗൈസ്, വേദ് പറഞ്ഞ പോലെ ഗ്രാമിപുരമല്ല റാണിപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ സ്വന്തം ജില്ലയിൽ നൈറ്റ് പോലും ഇപ്പോഴാണ് ഇവിടെ പോകാൻ സമയമായത്. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് രാസ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ പോയ സമയം അല്ല ദിവസം ശരിയല്ല. കാരണം മഴ ഉണ്ടായില്ല, നല്ല തണുപ്പുണ്ടായില്ല. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. റാണിപുരം ഇതാ അതിന്റെ കവാടം. ഇതാ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. വേദനി ഈ ഉഷാറ് അവസാനം വരെ ഉണ്ടായാൽ മതിയായിരുന്നു. അതാ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു തവണ പോലത്തെ ഒരു ജീവി. പക്ഷെ തവണയല്ല. ഞാൻ നമ്മുടെ ടൂൺ പ്ലാനർ. ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഈ പണി നമുക്ക് വേണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഒരു കുന്നിന്റെ മുകളിൽ. ഇനി എത്ര കുന്നുണ്ടോ എന്തോ. கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நானாகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா. പേര് പറഞ്ഞു ഉസ്തന്മാർ. അവരെന്നെ കൂടാതെ ഫോട്ടോ എടുക്കുന്നത്. അവരെന്തു വേണമെങ്കിലാക്കട്ടെ, ഞാനെന്താ വേറെ ഓർക്കട്ടെ. മല കയറി മടുത്തിട്ട് ഇരിക്കുന്നതാണോ? ഇനിയും കേറാനുണ്ട്. അടിപൊളി സ്പോട്ട്, പക്ഷേ നടക്കാനാണ് ബുദ്ധിമുട്ട്. അതാ ഗൈസ്, നമ്മൾ ഇന്ന് നമുക്ക് താരോട്ട് പോവാനാണ് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് ഇതുവരെ? എങ്ങനെയുണ്ട് അമ്മണി? ഏത് വിധം? എന്നും ഉണ്ട് നടക്കാൻ കുറേ. കുന്ന് എവിടെയാ? ആ കുന്ന് കാണുന്നില്ല. അത് കാണിച്ചു തരാം. അവിടെ ഉത്തരമാണ് അല്ലേ? അമ്പട, ഇവനെയാണ് ഞാൻ കുറെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ഏഴിലം പാല, പ്രേതങ്ങൾ കുടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു. இப்போதின் இன்பம் யாவுமே
ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഇത് ഇത്ര നടക്കാൻ ഉണ്ടാവുന്ന. ഇത് കുറേണ്ടോ നടന്നാണ് എത്തണ്ടേ. പകുതിയേറ്റും മടങ്ങി പോവാന്ന് വിചാരിച്ചാൽ അതും പറ്റൂല. എന്തായാലും അന്ന് പെട്ടെന്നല്ലേ അത് കംപ്ലീറ്റ് ആക്കിട്ട് പോവാന്ന് വിചാരിച്ചു. പിടിക്കത് കടലൈ നரை വந்த പിറകേ. പക്ഷേ ഇത്ര നടന്നതിന് നല്ലൊരു ഗുണമുണ്ടായിരുന്നു. അത് ഒന്നൊന്നര വ്യൂ ആണ് മക്കളെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട വ്യൂ ആയിരുന്നു. നമ്മളിന്ന് ഇത്ര വൈകിയെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. സൂപ്പർ വ്യൂ. இப்போதின் இன்பம் யாவுமே நாளையோர் അതിനിടയ്ക്ക് നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ എന്ന് വിചാരിച്ചു. കണ്ടോ ആ ജയിക്കാം. வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளூற்றை தீண்டவே അത് നമ്മളെ കണ്ണൻ തന്നെ. പിന്നെ ആരിക്കാനാ? இங்கே இன்றே ஆகிறேன். யாரோ போல் நான் என்னை பார்க்கிறேன். ஏதுமில்லாமலே இயல்பாய் சுடர் போல் தெளிவாய் நானே இல்லாத ஆழத்தில் நான் வாழ்கிறேன். கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நானாகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா. நானே நானாயிருப்பேன். நாளில் பூராய் வசிப்பேன். போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன். வாகாய் வாகாய் வாழ்கிறேன். അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ബാക്കിൽ വരുന്നു. காற்றோடு வல்லூர் தான் போகுதே. பாதை இல்லாமலே அழகாய் நிகழே அதுவாய். நீரின் ஆழத்தில் போகின்ற கல் போலவே ஓசையெல்லாம் துறந்தே காண்கின்ற காட்சிக்குள் நான் மூழ்கினேன். திமிலேறி காளை மேல் தூங்கும் காகமாய் பூமி மீது இருப்பேன். புவி போகும் போக்கில் கை கோர்த்து நானும் நடப்பேன். ஏதோ ஏகம் எழுதே ஆஹா ஆழம் தருதே. தாய் போல் வாழும் கணமே யாரோ பாடுதே. ஆரோ ஆரீராரிரோ ஆரோ ஆரீராரிரோ. ആവൂ, അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. അതല്ല പ്രശ്നം. ഇനി ഇത് കേറിയത് എങ്ങനെ താഴോട്ട് ഇറങ്ങണ്ടേ? പിടിക്കത് കടലൈ നரை വந்த പിറകേ. ഇതാണ് ഗൈസ് നമ്മൾ കയറിയ കുന്ന്. പുരിയത് ഉലകൈ അങ്ങനെ തിരിച്ചെത്തി നമ്മൾ. അമ്മണിയോട് അഭിപ്രായം ചോദിക്കാം. മണി പറ, എങ്ങനെയുണ്ടാ മണി? അവസാനത്തെ ആ വ്യൂ അല്ലേ, മോളത്തെ ആ വ്യൂ, ആ വ്യൂവിലേക്കാണ് നമ്മൾ എത്തിയത്. അവിടെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര ടയർഡല്ലേ? താനേ താനേ നാനിനേ ട്രിപ്പ് പോലെ താനേ
ഞാൻ മോള് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ പോയി. അവിടെ ഒരാൾക്ക് എൻട്രി 200 രൂപ. ഇത് കുറച്ചധികമായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത്രേ കാണാനെയ്യോ. See you guys. ഇതുവരെ ഞങ്ങളെ കണ്ടു നവനി. ഒരു നന്ദി. താങ്ക് യു.